ഹലോ കൂട്ടുകാരെ, ബീഫ് ഫ്രൈ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലേ? പൊറോട്ടയുമായിട്ടും ചപ്പാത്തിയുമായിട്ടും അരിപ്പത്തിരിയുമായിട്ടും ഒക്കെ ബെസ്റ്റ് കോംബോ ആണ് നമ്മുടെ ഈ ബീഫ് ഫ്രൈ. അപ്പോൾ നമുക്ക് നല്ല മൊരിഞ്ഞ സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലിവറും കൂടെ ആഡ് ചെയ്തേക്കുന്ന ബീഫാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു പേസ്റ്റ് നമുക്ക് വേണം. അതിനൊരു ജാറിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു ലെവൽ വേണം ക്രഷ് ചെയ്യാൻ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മുകളിലോട്ട് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് പൊടികൾ ആഡ് ചെയ്യേണ്ടത്. ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിനാവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പൊക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ വരണ രീതി വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് അരപ്പൊക്കെ ഇതിനകത്ത് എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ ബീഫ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 4-5 വിസിൽ വരുന്നിടം വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി വേണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് നമുക്കിതേപോലെ ക്രഷ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് പൊടികളുടെ ആവശ്യമുണ്ട്. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പൊടികളുണ്ടല്ലോ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും, ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ഓക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഓയിലും കൂടെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ക്രഷ്ഡ് ചില്ലിയും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവുന്നിടം വരെ വഴറ്റണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി എടുക്കണുള്ളൂ. അപ്പോൾ ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നാരങ്ങ നീരൊക്കെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ടതിന് ശേഷം പൊറോട്ടയുമായിട്ടോ ചപ്പാത്തിയുമായിട്ടോ അരിപ്പത്തിരിയുമായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ബീഫ് ഫ്രൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്